ഇതിൽ വലിയ വോൾട്ടാണ് എടുത്തോണ്ടിരിക്കാ പോപ്പേട്ട. ഈശ്വര, ഇങ്ങനെ ഒരു ചായപ്രാന്തനെയാണല്ലോ നീ എനിക്ക് തന്നത്. ചായ ചായ. എന്റെ ദൈവമേ, കൊച്ചിന് സ്കൂളിലെത്താൻ സമയമായിട്ടും ഈ മനുഷ്യൻ ഇതിന്റെ കുടലും പണ്ടോ അഴിച്ചിട്ടോണ്ടിരിക്കുക. എടി, ഞാൻ നിന്റെ കാർബോറണ്ട് അയച്ച് പണിയായിരുന്നു. അതെങ്ങനെ ബുദ്ധിയുള്ളവരോട് പറഞ്ഞാലേ മനസ്സിലാവുള്ളു. സമയം എത്രയായെന്നാ ഒന്ന് പോകാൻ നോക്ക്. ആ, കൃത്യം 9:30 മണിക്ക് ഡ്യൂട്ടിക്ക് റെഡി ആയിരിക്കും. അതാണ്ടി പപ്പൻ. ചൂട് കൊല്ലിച്ചാൻ. നമ്മുടെ എന്തോടെ പോയി? നാട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി. നാട്ടുകാരെ പുളുവടിച്ച് വരട്ടായിരിക്കും. നോക്കിയേ, 100 ആയുസ്. ഗുഡ് മോർണിംഗ്. എവിടെ ആയിരുന്നു? ഒന്നും പറയണ്ട, ഞാൻ നാട്ടിൽ ചെന്നിറങ്ങിയത് കൃത്യ സമയത്തായിരുന്നു. ഞാൻ ചെന്ന് ഇറങ്ങിയത് ഒരു ബാങ്ക് കവർച്ച. എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ ആ കള്ളനെ പിടിച്ചറിയാ. അതിന്റെ അനുമോദന സ്വീകരണമായിരുന്നു നാട്ടിൽ. ഒന്നും പറയണ്ട. അയ്യോ, രോമാഞ്ചം കൊണ്ട് രോമാഞ്ചം. ഇനിയിപ്പോ ഓട്ടോക്കാരുടെ വക സ്വീകരണം ഉണ്ടെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോ വേണേലും ഞാൻ അടിക്കും. ഇനിയെങ്കിലും ഒന്ന് നിർത്തണേ നിന്റെ ഈ പുളുവടി. അയ്യോ, 6-ാം തമ്പുരാനാണ് സത്യം. ആ കേസ് തെളിയിച്ചത് ഒരു പോലീസ് നായാണെന്നുള്ള ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ആ പോലീസ് നായയുടെ പുറകെ ഞാനും ഉണ്ടായിരുന്നല്ലോ. പോലീസായ കള്ളനെ പിടിച്ച ശേഷമുള്ള നീ നാട്ടിൽ ചെന്നു. അത് പിന്നെ പോലീസുകാർ തെളിയിച്ചില്ലായിരുന്നു, ഞാൻ തെളിയിക്കുമായിരുന്നു. അപ്പൊ അനുമോദന സ്വീകരണം ഉണ്ടായിരുന്നു പറഞ്ഞു. അത് പിന്നെ മോഷണം നടക്കാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? പോട്ടെ പോട്ടെ, ഇവനെ നിങ്ങൾക്ക് ശരിക്കറിയില്ലേ? ഇങ്ങനെ എല്ലാവരും കൂടെ തൂന്നുന്നത് ശരിയാണോ? അപ്പോട്ടെ.